വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് കരുതുന്നതെന്ന് INL. മലബാറിൽ UDF നേടിയെടുത്ത വിജയം അത് തെളിയിക്കുന്നു. നിഷ്പക്ഷരായവർക്ക് പോലും അത് പ്രയാസമുണ്ടാക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പ്രതികൂലമായി ബാധിച്ചു. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും അതിന്റെ പ്രതിഫലനം കാണാം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ധ്രുവീകരണം UDFന് അനുകൂലമായെന്നും തിരിച്ചടി ആഴത്തിൽ പരിശോധിക്കുമെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം എരിക്കൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും വലിയ രീതിയിൽ ചർച്ചയായി. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാവില്ല. അത് ഒരാളുടെ ഒരു പ്രസ്താവനയൊക്കെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അവസാനിക്കുന്നതാണ്. പക്ഷേ അതിനെ വലിയ ഒരു ഇടതുവിരുദ്ധ വിഷയമായി ഏറ്റെടുത്തും കൊണ്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി UDF ഉയർത്തിക്കൊണ്ടുവന്നും പ്രചാരണത്തിൽ അവർ മുൻപിൽ നിർത്തിയതും. മുമ്പ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയമായിരുന്നു ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അത് അന്ന് ഒരു തിരിച്ചടിക്ക് വഴി കൊടുത്തിരുന്നു. ഇതും കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം കാണാൻ പറ്റും. കാരണം UDF വല്ലാതെ അവിടെ ഇരച്ചു കയറിയിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിരിക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവരങ്ങളുമായി ബെൻസൻ ബാബു ആണ് ചേരുന്നത്. ബെൻസൻ, ശബരിമല വിഷയമെല്ലാം ബാധിച്ചു എന്നത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ് നേതൃത്വത്തിനെതിരെ, അല്ലെങ്കിൽ CPIഎമ്മിനെതിരെ. മുന്നണിക്ക് ഉള്ളിൽ തന്നെ പ്രധാന പാർട്ടിയായ CPIഎമ്മിനെതിരെ തന്നെ വാദങ്ങൾ ഉയരുകയാണ്. അതിനകത്ത് നിന്ന് തന്നെ വിവരങ്ങൾ. അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേറ്റ തിരിച്ചടി അത് കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. LDFിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള INLും ഇക്കാര്യങ്ങൾ പരിശോധിച്ചു. INLിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം എരിക്കൂറുമായി നമ്മൾ സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് INL നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതായത് അത് ആ സ്വർണ്ണക്കൊള്ള വിവാദം വിശ്വാസികൾക്ക് കാര്യമായി തന്നെ പ്രയാസമുണ്ടാക്കുന്ന നിലയിലേക്ക് പോയി. അത് ഒരു വലിയ തിരിച്ചടിയായതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അതിനെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടി സ്വീകരിക്കാൻ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നൊരു വിലയിരുത്തലാണ് INL നടത്തുന്നത്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെല്ലാം തന്നെ അതും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ കാര്യമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. അതായത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കാര്യമായി തന്നെ തിരിച്ചടിച്ചു. അത് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഈ പരാമർശങ്ങളെല്ലാം തന്നെ ഈ മലബാർ മേഖലയിൽ UDFന് വലിയ മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ വികസനം ഇത്തവണ ചർച്ചയായില്ല. വികസനം ചർച്ചയാവാതിരിക്കാൻ UDF നേതൃത്വം കാര്യമായിട്ടുള്ള ശ്രമം നടത്തി. UDFന്റെയും ലീഗിന്റെയും നേതാക്കൾ PR വർക്കിന്റെ സഹായത്തോടു കൂടി തന്നെ വികസനം ചർച്ചയാവാതിരിക്കാനും മറ്റു പല വിഷയങ്ങൾ ചർച്ചയാക്കാനുമുള്ള ശ്രമം നടത്തിയെന്നും INL നേതൃത്വം പറയുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ ധ്രുവീകരണം ഉണ്ടായിട്ടുള്ളത് UDFനാണ്. അത് UDFന് അനുകൂലമായി ഭവിച്ചു എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുന്ന നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി നടത്തിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം തന്നെ അതൊരു സമുദായത്തിനെതിരായിട്ടുള്ളതാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു, അത് എന്ന രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അതും ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ ചർച്ചയായി, അതും തിരിച്ചടിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ സമൂലമായിട്ടുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അത് തിരുത്തി മുൻപോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റിട്ടുള്ള തിരിച്ചടികൾ കൃത്യമായി പഠിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും ഭരണവിരുദ്ധ വികാരമില്ല എന്ന്, സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുമ്പോഴും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് ഘടകകക്ഷികൾ തന്നെ പറയുന്ന സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അഖില, ബെൻസനാണ് വിവരങ്ങൾ നൽകിയത്.